പാതിരാത്രി പോലും സൂര്യൻ ഉദിച്ച പോലെ വെളിച്ചമുള്ളതും എല്ലാ ഇലക്ട്രോണിക് ഡിവൈസുകളും നിലച്ച ഒരു ദിവസം വരാൻ പോകുന്നു. ഇതിനോടകം തന്നെ നാസ ഇതിനെക്കുറിച്ചുള്ള മുൻകരുതലുകൾ എടുത്തു കഴിഞ്ഞിരിക്കുന്നു. അതിമാരകമായ സോളാർ കൊടുങ്കാറ്റ് നമ്മളെ ഭൂമിയെ എങ്ങനെ ബാധിക്കുമെന്ന് നമുക്ക് വിശദമായി നോക്കാം. വെൽക്കം ബാക്ക് അലക്സ ബ്ലോഗ്. ഭൂമികുലുക്കവും സുനാമിയും ഒരു രാജ്യത്തിൻ്റെ ഒരു ഭാഗത്താണ് സംഭവിക്കുന്നത്. വൈറസുകളാണെങ്കിൽ ഒരു രാജ്യത്ത് നിന്നും മറ്റൊരു രാജ്യത്തേക്ക് പതിയെ പതിയെയാണ് പടരുന്നത്. എന്നാൽ വരാൻ പോകുന്ന സോളാർ കൊടുങ്കാറ്റ് നിമിഷ നേരം കൊണ്ടായിരിക്കും ഭൂമി മുഴുവനും ബാധിക്കാൻ പോകുന്നത്. ഈ അവസരത്തിൽ നമ്മളെ ഭൂമിയിൽ സംഭവിക്കാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം. രാത്രി ഭക്ഷണം കഴിച്ച് ഉറങ്ങാൻ കിടക്കുമ്പോൾ ശക്തമായ വെളിച്ചത്തിൻ്റെ പുറത്ത് ഉറക്കത്തിൽ നിന്ന് നമ്മൾ ഉണരുന്നു. പെട്ടെന്ന് തന്നെ സമയം എത്രയാണെന്ന് അറിയാൻ വേണ്ടി നിങ്ങളുടെ ഫോൺ എടുത്ത് നോക്കുന്നു. ഫോൺ നിശ്ചലമായിരിക്കുന്നു. അവിടെ എന്താ നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടി TV ഓൺ ചെയ്ത് നോക്കുമ്പോൾ അതും പ്രവർത്തനരഹിതമായിരിക്കുന്നു. പുറത്ത് ശക്തമായ രീതിയിൽ വെളിച്ചമുണ്ടെങ്കിലും വീടിൻ്റെ ഉള്ളിലത്തെ എല്ലാ ഇലക്ട്രോണിക് ഡിവൈസുകളുടെയും പ്രവർത്തനം നിശ്ചലമായിരിക്കുന്നു. ഇലക്ട്രിസിറ്റി ബോർഡ് കട്ടായിരിക്കുന്നു. നിങ്ങൾ അവിടെ എന്താണ് നടക്കുന്നതെന്ന് ഒരു എത്തും പിടിയില്ലാതെ വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങി നോക്കുന്നു. നിങ്ങളെപ്പോലെ തന്നെ ആയിരക്കണക്കിന് കോടിക്കണക്കിന് ജനങ്ങൾ ആ സമയം കൊണ്ട് വീടിൻ്റെ പുറത്ത് നിന്ന് എന്താണ് നടക്കുന്നതെന്ന് അറിയാതെ പുറത്തിറങ്ങിയിട്ടുണ്ടാവും. പുറത്ത് ശക്തമായി വെളിച്ചമുണ്ടെങ്കിൽ പോലും ആ സമയം പാതിരാത്രി ആയിരിക്കും. ആ സമയത്ത് നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കുമ്പോൾ അറോറ അല്ലെങ്കിൽ നോർത്തേൺ ലൈറ്റ് നിങ്ങൾക്ക് കാണാമായിരിക്കും. പ്രത്യേക രീതിയിലും പ്രത്യേക ആകൃതിയിലും ഈ ലൈറ്റ് മിന്നി മിന്നി പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. ഈ പ്രതിഭാസം ലോകം മുഴുവനും സംഭവിക്കുന്ന സോളാർ കൊടുങ്കാറ്റ് വരുന്നതിലൂടെയാണ്. ഇപ്പോൾ നിങ്ങളൊക്കെ മനസ്സിൽ വരുന്ന ഇതൊക്കെ നമ്മൾ ഈ ലോകത്ത് സംഭവിക്കുന്ന 1859 ഈ പ്രതിഭാസം നമ്മൾ ഈ ലോകത്ത് സംഭവിച്ചതാണ്. ഇതെല്ലാം സംഭവിക്കുന്ന മുമ്പേ തന്നെ എല്ലാവിധ ഇലക്ട്രോണിക് ഡിവൈസുകളും നിശ്ചലമാകുന്നു. ഇന്റർനെറ്റ് കട്ടാകുന്നു. എല്ലാവിധ കമ്മ്യൂണിക്കേഷൻ ഡിവൈസുകളും നിശ്ചലമാകുന്നു. ഇതിനെല്ലാം കാരണമാകുന്ന ഭൂമിക്ക് പുറത്ത് മനുഷ്യനയച്ചിട്ടുള്ള സാറ്റലൈറ്റുകളും അതിൻ്റെ ഉപയോഗശൂന്യമായ സാറ്റലൈറ്റിൻ്റെ അവശിഷ്ടങ്ങളുമാണ്. പൂർണ്ണമായി നിയന്ത്രണം വിട്ട നിലയ്ക്ക് ഭൂമിയിലേക്ക് സോളാർ സ്റ്റോൺ വരുമ്പോൾ ആകാശത്തേക്ക് നോക്കുമ്പോൾ തീമഴ പെയ്യുന്ന പോലെയായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആദ്യമായിട്ട് ഈ പ്രതിഭാസം കണ്ടെത്തുന്നത് മനുഷ്യൻ തിരിച്ചറിയുന്ന 1859 സെപ്റ്റംബർ 1-2 തീയതികളിലാണ്. റിച്ചാർഡ് കാരിൻഡൻ എന്ന വ്യക്തി തൻ്റെ ടെലിസ്കോപ്പിലൂടെ സൂക്ഷ്മമായി സൂര്യനെ നിരീക്ഷിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ സൂര്യനിൽ കാണുന്ന കറുത്ത കുത്തുകളിലെ പരീക്ഷണങ്ങളും ഗവേഷണങ്ങളുമായിരുന്നു അദ്ദേഹം നടത്തിക്കൊണ്ടിരുന്നത്. റിച്ചാർഡ് കാരിൻഡൻ കണ്ടെത്തിയത് കൊണ്ട് ഈ പ്രതിഭാസത്തെ കാരിൻഡൻ ഇവന്റ് എന്ന് വിളിക്കാൻ തുടങ്ങി. ആ അവസരത്തെ സൂര്യന്റെ ഒരു ഭാഗത്ത് വലിയൊരു പ്രകാശം കണ്ടു. 70,000 ലക്ഷം കോടി ആറ്റം ബോംബുകൾ പൊട്ടിത്തെറിക്കുന്ന എഫക്റ്റും പ്രകാശമായിരുന്നു അദ്ദേഹം കണ്ടത്. സമയം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അമേരിക്കയിലെ ഖനി തൊഴിലാളികൾ ആകാശത്തെ വെളിച്ചം കണ്ട് നേരം വെളുത്തുവെന്ന് തെറ്റിദ്ധരിച്ച് ജോലിക്ക് പോകാൻ തുടങ്ങി. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും നോർത്തേൺ ലൈറ്റ് കാണാൻ തുടങ്ങി. 3 ദിവസത്തോളം ഈ പ്രതിഭാസം ഇങ്ങനെ തുടർന്നു. ഇലക്ട്രിക് ഉപകരണങ്ങളിലോ ഇലക്ട്രിസിറ്റിയുടെ ഉപയോഗം ആ കാലത്ത് അമിതമായിട്ട് ഇല്ലായിരുന്നു. എന്നാലും ആ കാലത്ത് സുപരിചിതമായിരുന്ന ടെലിഗ്രാം കമ്മ്യൂണിക്കേഷൻ പൂർണ്ണമായിട്ട് നിശ്ചലമാക്കി കളഞ്ഞു. പല ടെലിഗ്രാം ഓപ്പറേറ്റർമാർക്കും അത് പെട്ടെന്ന് ഷോക്കാവുകയായിരുന്നു. അതേപോലെ തന്നെ ബാക്ടീരിയൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾക്ക് വലിയ തോതിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചു. ഇതേപോലെയുള്ള ഒരു സോളാർ ഇവൻ്റാണ് ഇനി നമ്മളെ ലോകത്തിലേക്ക് വരാൻ പോകുന്നത്. സൂര്യനിൽ നിന്ന് 11 വർഷം കാലയളവിൽ ആണ് ഇതുപോലെയുള്ള പ്രതിഭാസങ്ങൾ ഉണ്ടാകുന്നത്. സോളാർ ഇവൻ്റ്, സോളാർ സോം, സോളാർ പ്ലെയേഴ്സ് ഒക്കെ ഭൂമിയിലേക്ക് എത്തിച്ചേരാറുള്ളത്. ഇതിൽ തന്നെ ഏറ്റവും പീക്ക് അവസ്ഥ ആയ സോളാർ മാക്സിമം ഈ ലോകത്തിലേക്ക് ഏറെക്കുറെ 2025 ജൂലൈ മാസത്തിലായിരിക്കും എത്തിച്ചേരാൻ പോകുന്നത്. അന്നാണെന്നാണ് ഗവേഷകർ അഭിപ്രായപ്പെടുന്നത്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇത് മനുഷ്യനെ ഒരിക്കലും നേരിട്ട് ബാധിക്കുന്നില്ല. ഈ സോളാർ സോം, ഈ സോളാർ മാക്സിമം നമ്മളെ ചുറ്റുമുള്ള ധാരാളം ഇലക്ട്രോണിക് ഡിവൈസുകളെ കാര്യമായ രീതിയിൽ തകരാറുകൾ സംഭവിപ്പിക്കുന്നു. ഇന്ന് നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന സ്മാർട്ട് വാച്ച്, സ്മാർട്ട് ഫോൺ, ഇലക്ട്രിക് കാർ, ഇലക്ട്രിക് സ്കൂട്ടർ ഇങ്ങനെ പല ഉപകരണങ്ങളും സോളാർ സോം ബാധിക്കുന്നു. ഇതിനെ എല്ലാം ഒരേ സമയം കൊണ്ട് നിശ്ചലമാക്കാൻ കഴിയുന്നു. അത് വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ആകാശത്തു കൂടെ പ്ലെയിൻ പറക്കുമ്പോൾ അതിൻ്റെ ഇലക്ട്രിസിറ്റിയിൽ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ പ്രവർത്തനം നിശ്ചലമാകുമ്പോൾ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഹോസ്പിറ്റലിലെ ICUയിലെ ഉപകരണങ്ങളിലെ പ്രവർത്തനം വലിയ രീതിയിൽ തകരാറുകൾ സംഭവിക്കുമ്പോൾ അവിടെ വലിയ തോതിലുള്ള ഒരു പ്രശ്നം സംഭവിക്കുന്നു. സോളാർ സോം ഈ ലോകത്ത് വരുമ്പോൾ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ സംഭവിക്കും.
ഇതുപോലൊരു കാര്യം സംഭവിക്കുമ്പോൾ നാശനഷ്ടം വരുന്നത് നോർത്ത് അമേരിക്കനെ മാത്രം കണക്കെടുത്ത് നോക്കുമ്പോൾ $2.6 ട്രില്യൺ അധികമായിട്ട് വരുന്ന, അതായത് ഇന്ത്യയുടെ GDPയേക്കാൾ കൂടുതൽ അധികം.